ഈ ക്ലാസ്സിൽ നമ്മൾ 8086 മൈക്രോ പ്രോസസറിൻ്റെ വിവിധ തരം അഡ്രസ്സിംഗ് മോഡുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് നോക്കാം. മൈക്രോ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയിൽ നിന്നും ഡേറ്റയെ പലതരത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസിനും പല തരത്തിൽ നമുക്ക് ഓപ്പറാൻഡുകൾ സ്പെസിഫൈ ചെയ്യാനും കഴിയും. ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റയുടെ ആക്സസിങ്ങും ഓപ്പറാൻഡിൻ്റെ പ്രതിപാദനവുമായി ബന്ധപ്പെട്ടാണ് അഡ്രസ്സിംഗ് മോഡുകൾ വ്യത്യസ്തമായിരിക്കുന്നത്. ഈ അഡ്രസ്സിംഗ് മോഡുകൾ പ്രധാനമായും ഉപയോഗിക്കുന്ന വിവിധ തരം ഓപ്പറാൻഡുകളെ മനസ്സിലാക്കാനും ഇൻസ്ട്രക്ഷൻ ഏതൊക്കെ തരത്തിൽ മെമ്മറിയെ ആക്സസ് ചെയ്യുന്നു തിരിച്ചറിയാനായിട്ടും സഹായകമാകുന്നു എന്ന് കാണാൻ കഴിയും. 7 തരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡുകൾ 8086 പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ്, ബേസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് എന്നിവയാണ് ഈ അഡ്രസ്സിംഗ് മോഡുകൾ. 8086നെ സംബന്ധിച്ചിടത്തോളം ഈ വിവിധ തരത്തിൽ എങ്ങനെയാണ് പല മോഡുകളിൽ മൈക്രോ പ്രോസസർ ഡേറ്റ ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പരീക്ഷയ്ക്ക് എസ്എ ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗവും എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഓരോ അഡ്രസ്സിംഗ് മോഡ്സ് മനസ്സിലായാൽ മാത്രമേ അടുത്ത അഡ്രസ്സിംഗ് മോഡിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ അഡ്രസ്സിംഗ് മോഡുകളായി പരിചയപ്പെടാം. ഒന്നാമത്തെ അഡ്രസ്സിങ്ങിനെ പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ്. അതായത് ഇതിനർത്ഥം ആ തരം ഇൻസ്ട്രക്ഷനുകളിൽ ഇമ്മീഡിയറ്റായി ഇൻസ്ട്രക്ഷനോടൊപ്പം തന്നെ ഡേറ്റ സ്പെസിഫൈ ചെയ്തിരിക്കും എന്ന് കാണാൻ കഴിയും. ഉദാഹരണം, ഇവിടെ നൽകിയിരിക്കുന്ന മൂവ് AX, 10ABH എന്നുള്ള ഇൻസ്ട്രക്ഷൻ പരിശോധിച്ചാൽ അവിടെ 10AB എന്നുള്ള ഡേറ്റ ഇമ്മീഡിയറ്റായി ഇൻസ്ട്രക്ഷനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10AB എന്നുള്ള ഡേറ്റ AX എന്ന് പറയുന്ന 16 ബിറ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യപ്പെടും. ഈ ഇൻസ്ട്രക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇൻസ്ട്രക്ഷൻ 16 ബിറ്റ് മൂവിംഗ് ആണ് ചെയ്യുന്നത്, കാരണം AX രജിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. 10ABH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാ ഡെസിമൽ വാല്യൂ ആയ 10AB എന്നുള്ള വാല്യൂ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 10AB എന്നുള്ള വാല്യൂ AX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ കാണുന്നത് പോലെ AX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് അതിൻ്റെ ലോവർ പാർട്ടിലേക്ക് ALലേക്ക് ABയും AH എന്ന് പറയുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 8 ബിറ്റിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ മൂവ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഡേറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റ ഇൻസ്ട്രക്ഷനോടൊപ്പം നൽകുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ പ്രത്യേകത. അപ്പോൾ എവിടെയൊക്കെയാണോ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡെന്ന് അനുമാനിക്കാം. രണ്ടാമതായി ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്തെന്ന് നോക്കാം. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ എടുത്ത് ഒരു രജിസ്റ്ററിനകത്ത് വയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷനുകളാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുകൾ. അപ്പോൾ ഇവിടെ മെമ്മറിയിൽ നിന്നും ഒരു മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടന്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും എന്ന് കാണും. മൂവ് AX, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 5000H എന്നുള്ളതാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻ്റെ ഉദാഹരണം. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 5000 എന്നുള്ള അഡ്രസ്സുള്ള മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ AX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. വലതുവശത്തെ മെമ്മറിയുടെ ഒരു പിക്ചറും കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 5000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ 22 എന്ന് പറയുന്ന വാല്യൂ 5001 33 എന്ന് പറയുന്ന വാല്യൂം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 5000 എന്ന് പറയുന്ന ലൊക്കേഷന്റെ വാല്യൂവും
തൊട്ടടുത്ത ലൊക്കേഷൻ, കാരണം ഇതൊരു 16 ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഒരു ലൊക്കേഷനിൽ പ്രതിപാദിച്ചാൽ അതിൻ്റെ അർത്ഥം തൊട്ടടുത്ത ലൊക്കേഷനും കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഉണ്ടോ, അതായത് 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലെ വാല്യൂ AX രജിസ്റ്ററിന്റെ ലോവർ പാർട്ടിലേക്കും വലതുവശത്തെ പാർട്ടിലേക്കും 5001 എന്ന് പറയുന്ന നെക്സ്റ്റ് ലൊക്കേഷന്റെ വാല്യൂ ലെഫ്റ്റിലെ ലൊക്കേഷനിലേക്കും പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഈ അഡ്രസ്സിംഗ് മോഡാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ബിക്കോസ് യു ആർ ഡയറക്ട്ലി ഗെറ്റിംഗ് ഡേറ്റ ഫ്രം മെമ്മറി ലൊക്കേഷൻ. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയപ്പെടുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം, ഇമ്മീഡിയറ്റും ഡയറക്റ്റും നിങ്ങൾ കോമൺ. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡുകളാണ് മൂന്നാമത്തെ തരം അഡ്രസ്സിംഗ് മോഡുകൾ. ഇത്തരം അഡ്രസ്സിംഗ് മോഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനുകൾ പരിശോധിച്ചാൽ അവിടെ ഡേറ്റ രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക. രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ മറ്റൊരു രജിസ്റ്ററിലേക്ക് എടുത്തു വയ്ക്കുന്നു. അത് ഓൾ രജിസ്റ്റേഴ്സ് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. IP രജിസ്റ്റർ മാത്രം നമുക്കിവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അതൊരു ജനറൽ പർപ്പസ് രജിസ്റ്റർ അല്ല. അപ്പോൾ ഡേറ്റ ഇമ്മീഡിയറ്റിലാണെങ്കിൽ ഡേറ്റ ഡയറക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നു. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണെങ്കിൽ ഡേറ്റ ഒരു മെമ്മറി ലൊക്കേഷനകത്ത് വെക്കുന്നു. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണെങ്കിൽ ഡേറ്റ ഒരു രജിസ്റ്ററിനകത്ത് കീപ്പ് ചെയ്യുന്നു. മൂവ് AL, BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BL ഇരിക്കുന്ന സോഴ്സ് ഡേറ്റ AL ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. BX ഡേറ്റ AX ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ AX എന്ത് ചെയ്യുന്നു, BX ഡേറ്റ വന്നിരിക്കുന്നു. ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, BX ഡേറ്റ AX വന്നിരിക്കുന്നു. ഇപ്പം ഓൾറെഡി AX കണ്ടന്റ് FF33 എന്നായിരുന്നു. പക്ഷെ നമ്മൾ മൂവ് AX, BX എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ BX കണ്ടന്റ് AX മാറുന്നു. അപ്പോഴെന്ത് ചെയ്യുന്നു, AX ഉം BX ഉം ഇപ്പൊ സെയിം ആകുന്നു അല്ലെ. BX കണ്ടന്റ് AX മൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ BX 10 AB എന്ന് കാണുന്നു, AX 10 AB എന്ന് കാണാൻ കഴിയും. 3 അഡ്രസ്സിംഗ് മോഡുകൾ കഴിഞ്ഞു. നാലാമത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇവിടെ ഡേറ്റ സ്പെസിഫൈ ചെയ്യുന്നത് ആക്ച്വലി ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ഒരു രജിസ്റ്ററിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിന്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കുന്നത് BX. ഉദാഹരണം പരിശോധിച്ചു കഴിഞ്ഞാൽ 5000 എന്ന് പറയുന്ന കണ്ടന്റ് ആണ് BX എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ 5000 എന്ന് പറയുന്നത് BX കണ്ടന്റ് ആണ്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ BX പറഞ്ഞാൽ അതിനർത്ഥം 5000 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിൽ ഒരു വാല്യൂ ഉണ്ട്. ആ കണ്ടന്റ് ഓഫ് BX എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള കണ്ടന്റ് 22 എന്ന് പറയുന്ന കണ്ടന്റ് AL രജിസ്റ്ററിലേക്കും 5001 എന്ന് പറയുന്ന വാല്യൂ AH രജിസ്റ്ററിലേക്കും മൂവ് ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ വാല്യൂ ഓപ്പറാൻഡിൽ ഡേറ്റ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് മെമ്മറി ലൊക്കേഷനിലാണ്. പക്ഷെ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് നേരിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആകുന്നു. മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ഒരു രജിസ്റ്ററിൽ സൂക്ഷിച്ചതിന് ശേഷം ആ രജിസ്റ്ററിന്റെ നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായി മാറുന്നു എന്ന് കാണാൻ കഴിയും. ഇനി അഞ്ചാമതായിട്ട് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ 2 രജിസ്റ്റർ പഠിച്ചു, SI ആൻഡ് DI രജിസ്റ്റർ. 2 രജിസ്റ്ററാണ് ഡിഫോൾട്ടായിട്ട് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഇൻഡെക്സ് രജിസ്റ്റർ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ബേസ് അഡ്രസ് എടുക്കുന്നത് DS എന്ന് പറയുന്ന ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിൽ നിന്നായിരിക്കും സെഗ്മെന്റ് അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും പ്രയോജനപ്പെടുത്തുന്നത്. മൂവ് AX, BX പകരം ഇവിടെ SI എന്ന് കൊടുക്കുന്നു. അതായത് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഈ അഡ്രസ്സിംഗ് മോഡിന് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വന്നത്. ഉദാഹരണമായി SI എന്ന് പറയുന്ന ഇൻഡെക്സ് അഡ്രസ്സിംഗ് രജിസ്റ്ററിനകത്ത് 5000 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കണ്ടന്റ് ഓഫ് SI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷനിലും അതിനടുത്തുള്ള മെമ്മറി ലൊക്കേഷന്റെ വാല്യൂ AX മാറപ്പെടുന്നു. ഈ SIയുടെ സ്ഥാനത്ത് ജനറൽ പർപ്പസ് രജിസ്റ്റർ BX ഉപയോഗിച്ച സമയത്ത് അതെന്ത് അഡ്രസ്സിംഗ് ആയി നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നേരത്തെ നമ്മൾ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അതെപ്പോഴും ഇൻഡെക്സ് രജിസ്റ്റർ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അതിനെ നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്നുള്ളതാണ്.
അടുത്ത അഡ്രസ്സിംഗ് മോഡ്. ആ അഡ്രസ്സിംഗ് മോഡിന്റെ പ്രത്യേകത, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, സോഴ്സ് അഡ്രസ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. മൂവ് AX, BX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BXന്റെ കണ്ടന്റ് AXലേക്ക് മൂവ് ചെയ്യുന്നു. അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് ആണ്. പക്ഷെ ഇവിടെ രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് വരുന്ന സമയത്ത് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്റ്റർ വാല്യൂ കൊടുക്കുന്നതോടൊപ്പം, രജിസ്റ്ററിന്റെ കണ്ടന്റ് കൊടുക്കുന്നതോടൊപ്പം അതിനോടൊപ്പം ഒരു ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ, 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൂടി നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അവിടെയാണെങ്കിൽ സാധാരണ ഈ BXന് പകരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രജിസ്റ്ററുകൾ BP ബേസ് പോയിന്റർ രജിസ്റ്റർ ഉപയോഗിക്കാം, സോഴ്സ് ഇൻഡെക്സ് ഉപയോഗിക്കാം, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ഉപയോഗിക്കാം. ഈ 4 രജിസ്റ്ററുകളും നമുക്ക് ഇവിടെ പ്രതിപാദിക്കാൻ കഴിയുന്നതാണ്. രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ 4 രജിസ്റ്റർ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെഗ്മെന്റ് രജിസ്റ്ററുകൾ, ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് 2 സെഗ്മെന്റ് രജിസ്റ്ററുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡേറ്റ സെഗ്മെന്റും എക്സ്ട്രാ സെഗ്മെന്റും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് അല്ലാത്ത ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കിയാൽ, മൂവ് AX, 50H BX എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നു. ഇവിടെ അർത്ഥം എന്ന് പറയുന്നത്, നേരത്തെ ഈ 50H ഇല്ലാതെ BX കൊടുത്തപ്പോൾ എന്തായിരുന്നു അർത്ഥം? കണ്ടന്റ് ഓഫ് BX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BXൽ 5000 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ ആണ്, ഡേറ്റയാണ് BLലേക്കും അതിനടുത്തുള്ള ഡേറ്റയാണ് ALലേക്കും AHലേക്കും മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ കൊടുത്തിരിക്കുന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, BXന് ഒരു കണ്ടന്റ് ഉണ്ട് 5000, അതിനോടൊപ്പം പ്ലസ് ചെയ്യുക. എന്ത് പ്ലസ് ചെയ്യുക? ഈ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിച്ചേർക്കുക. അപ്പോൾ കിട്ടുന്ന ഇൻഡെക്സ് അഡ്രസ് എന്തായി മാറുന്നു? 5050 എന്നാവുന്നു. ഇനി അർത്ഥം ഇത്രയേ ഉള്ളൂ, 505 എന്ന് പറയുന്ന ആ ലൊക്കേഷന്റെ അഡ്രസ്സും അതിനടുത്ത ലൊക്കേഷന്റെ അഡ്രസ്സും വാല്യൂവും നമ്മൾ എവിടെ എടുത്തു വയ്ക്കുക? AX രജിസ്റ്ററിന്റെ ഉള്ളിൽ എടുത്തു വയ്ക്കുക. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിലൂടെ ഈ ഒരു റിലേറ്റീവ് അഡ്രസ്സിങ്ങിലൂടെ, റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 50 എന്ന് പറയുന്ന വാല്യൂ മാറ്റി 40 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 40th ലൊക്കേഷന്റെ 5040യുടെ വാല്യൂ മാറ്റാൻ പറ്റും. അങ്ങനെ റിലേറ്റീവ് ആണ്. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് മാറ്റുന്ന രീതിക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മാറ്റി റിലേറ്റീവ് ആയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു മെമ്മറി അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള മെമ്മറി കണ്ടന്റുകൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് എന്നുള്ള പദം കൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി 7ാമതായി ബേസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്താന്ന് നോക്കാം. നമുക്ക് ഇൻഡെക്സ് അഡ്രസ്സിംഗ് എന്താണെന്നറിയാം, പക്ഷെ ഇവിടെ ബേസ് പ്ലസ് ഇൻഡെക്സ് വരുന്നു. ഇൻഡെക്സ് അഡ്രസ്സിംഗ് പഠിപ്പിച്ച സമയത്ത് ഉള്ള അതേ കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ ഇൻഡെക്സ് അഡ്രസ്സിംഗ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മൂവ് AX, SI മാത്രമേ ബ്രാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ബേസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡാണ് ഫോളോ ചെയ്യുന്നത്. അതിനർത്ഥം ബേസ് അഡ്രസ്സിനകത്ത് ഒരു വാല്യൂ ഉണ്ട്, BXനകത്ത് 1000 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, SIക്കകത്ത് 2000 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ 2 മെമ്മറി ലൊക്കേഷൻ്റെ, അതുകൊണ്ട് ബേസ് പ്ലസ് ഇൻഡെക്സ്, ബേസ് രജിസ്റ്റർ സ്പെസിഫൈ ചെയ്യുന്ന ബേസ് രജിസ്റ്ററിന്റെ വാല്യൂ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ 1000 + 2000 യു വിൽ ഗെറ്റ് 3000. ഈ 3000ഉം 3001 എന്ന് പറയുന്ന 2 ലൊക്കേഷന്റെ വാല്യൂ എവിടേക്ക് മൂവ് ചെയ്യുന്നു? ആ കണ്ടന്റ് ആണ് AXലേക്ക് മൂവ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അഡ്രസ്സുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇതാണ് ബേസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിന്റെ പ്രത്യേകത. ബേസും ഇൻഡെക്സും ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അതിന്റെ രണ്ടിന്റെ കണ്ടന്റ് ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നതിന് മുൻപേ ആ കണ്ടന്റ് അതിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കണം എന്ന് കാണാൻ കഴിയും. അവസാനമായിട്ട് അടുത്ത ബേസ് റിലേറ്റീവ് പ്ലസ് ഇൻഡെക്സ് ആണ് വരാനായിട്ട് പോകുന്നത്. ബേസ് ഇൻഡെക്സ് എന്നാന്ന് പഠിച്ചു നമ്മൾ, പക്ഷെ ഇവിടെ ബേസ് റിലേറ്റീവ് ഇൻഡെക്സ് ആവുന്നു. അപ്പോൾ എന്ത് വരുന്നു? നേരത്തെയുള്ള ഇൻസ്ട്രക്ഷനോടൊപ്പം ഒരു 50H കൂടെ ആഡ് ചെയ്യുന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, BXന്റെ കണ്ടന്റ് പ്ലസ് SIയുടെ കണ്ടന്റ് പ്ലസ് 50 ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ വരുന്നു. അതുകൊണ്ടാണ് റിലേറ്റീവ് എന്നുള്ള പദം ഇവിടെ കൂട്ടിച്ചേർത്തത്. ഈ ഡിസ്പ്ലേസ്മെന്റ് 8 ബിറ്റ് ആകാം അല്ലെങ്കിൽ 16 ബിറ്റ് ആകാം. അങ്ങനെ 1000, 2000, 3000 + 3050, 3015, 3051 എന്ന് പറയുന്ന 2 ലൊക്കേഷന്റെയും വാല്യൂ എവിടേക്ക് മൂവ് ചെയ്യുന്നു? AXലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതിനെ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അങ്ങനെ 8 അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അഡ്രസ്സിംഗ് മോഡ്സിന്റെ ചില എക്സാമ്പിൾസ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു തരത്തിൽ പ്രതിപാദിക്കുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഈ പഠിച്ച 8 അഡ്രസ്സിംഗ് മോഡിനെയും മറ്റൊരു തരത്തിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പിക്ചോറിക്കലായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതിൽ നമ്മൾ പറയുന്നത് രജിസ്റ്റർ അഡ്രസ് നിങ്ങൾക്ക് നോട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്
ഈ അഡ്രസ്സിംഗ് മോഡ് പ്രത്യേകിച്ച് നോട്ട്സ് ആയിട്ട് തന്നിരിക്കുന്നത്. രജിസ്റ്റർ ആണെങ്കിൽ ട്രാൻസ്ഫേഴ്സ് എ ബൈറ്റ് ഓർ വേർഡ് ഫ്രം സോഴ്സ് രജിസ്റ്റർ ടു മെമ്മറി ലൊക്കേഷൻ ഓർ ടു ദി ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ. മൂവ് bx, cx. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ബൈറ്റ് ഓർ വേർഡ് ഡേറ്റ into destination register or memory location. Move ax, data direct ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. ഡയറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? മൂവ്സ് എ ബൈറ്റ് ഓർ വേർഡ് ബിറ്റ്വീൻ എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് എ രജിസ്റ്റർ. ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു വാല്യൂ എടുത്തിട്ട് രജിസ്റ്ററിനകത്ത് വയ്ക്കുന്നു. മൂവ് എൽ, ഒരു അഡ്രസ്സ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. ആ 1234 എന്ന് പറയുന്ന മെമ്മറിയുടെ കണ്ടന്റ് എല്ലിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ട്രാൻസ്ഫേഴ്സ് എ ബൈറ്റ് ഓർ വേർഡ് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ രജിസ്റ്റർ ആൻഡ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ബൈ ആൻ ഇൻഡെക്സ് രജിസ്റ്റർ. അപ്പോൾ എവിടേക്കാണോ ഇൻഡയറക്റ്റ് അഡ്രസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെമ്മറി അഡ്രസ് കൊടുക്കാതെ മെമ്മറി അഡ്രസ് എവിടെ എടുത്ത് വയ്ക്കുന്നു? ബേസ് രജിസ്റ്ററിനകത്ത് വയ്ക്കുന്നു, ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ആ രജിസ്റ്റർ മാത്രം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. മൂവ് AX, BX. അപ്പോൾ BX എന്ന് പറയുന്നതിന് അവിടെ വേണമെങ്കിൽ മെമ്മറി ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. 1000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആവും. ഇവിടെ ഇൻഡയറക്റ്റ് ആയതിന് കാരണം ആ 1000 എന്ന് പറയുന്ന വാല്യൂ BX-നകത്ത് വയ്ക്കുന്നു. എന്നിട്ട് BX രജിസ്റ്റർ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് കാണും. ഇനി ബേസ് പ്ലസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് അഡ്രസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ്. അങ്ങനെ ബേസ് റിലേറ്റീവ് അഡ്രസ് ഇൻഡെക്സ് എന്നും പറയാറുണ്ട്. മൂവ് DX, BX പ്ലസ് DI സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബേസ് പ്ലസ് ഇൻഡെക്സ് അഡ്രസ്സിംഗിലേക്ക് മാറുന്നു. ഇനി രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ പ്ലസ് എ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ബീൻ ആഡഡ്. അതാണ് രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ബേസ് റിലേറ്റീവ് പ്ലസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ്, ഇൻഡെക്സ് അഡ്രസ് പ്ലസ് റിലേറ്റീവ് അഡ്രസ്, 3 കാര്യങ്ങളും വരുന്നു. മൂവ് AX, BX പ്ലസ് SI പ്ലസ് 100H. അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ബേസ് റിലേറ്റീവ് പ്ലസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അതിനൊരു പിക്ചോറിയൽ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുകയും കൂടെ ചെയ്തത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് പല ഇൻസ്ട്രക്ഷൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് ആണ് ഇത് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ. പരീക്ഷയ്ക്ക് ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് എ ലോട്ട്.